നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധ സഭ സ്ലീബ പെരുന്നാൾ ആചരിച്ചു. കുസ്തിന്തിനോസ് ചക്രവർത്തിയുടെ മാതാവായ ഹെലേന രാജ്ഞി തനിക്കുണ്ടായ ഒരു സ്വപ്നത്തിൻ്റെ വെളിച്ചത്തിൽ നൃപപട്ടണമായ റോമയിൽ നിന്ന് ഊർശ്ലേം വരെ ചെന്ന് കർത്താവിൻ്റെ സ്ലീബ കണ്ടെടുത്തതിൻ്റെ ഓർമ്മ സെപ്റ്റംബർ 14 ശനിയാഴ്ച പരിശുദ്ധ സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും ആചരിച്ചു. സ്ലീബ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ കാതോലിക്ക ബാവായും അഭിവന്യ പിതാക്കന്മാരും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഔദ്യോഗിക ഓൺലൈൻ ചാനലായ കാതോലിക്കേറ്റ് ഓൺലൈൻ മീഡിയയുടെ ലോഗോ പ്രകാശനം പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിർവഹിച്ചു. വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ, അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, സഭാ വക്താവ് ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട് റീച്ച് കോർ എപ്പിസ്കോപ്പ, ഫാദർ ബൈജു ജോൺസൺ എന്നിവർ സന്നിഹിതരായിരുന്നു. കുറുപ്പുംപടി പള്ളിയുടെ ജില്ലാ കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചു. അങ്കമാലി ഭദ്രാസനത്തിലെ കുറുപ്പംപടി സെൻറ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി മലങ്കര സഭയുടേതാണെന്നും മലങ്കര സഭയുടെ 1934 ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടണമെന്നും പള്ളിയും പള്ളിയുടെ വസ്തുവകകളും മലങ്കര സഭയുടെ വികാരി വി ബഹനാൻ കോർ എപ്പിസ്കോപ്പയ്ക്ക് കൈമാറണം എന്നുമുള്ള ബഹുമാനപ്പെട്ട എറണാകുളം ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതിയുടെ വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരാകരിച്ചു. അപ്പീൽ ഫയൽ സ്വീകരിച്ച ഹൈക്കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചു. വൈദിക സമ്മേളനം സമാപിച്ചു. അനുഗ്രഹിക്കുവാൻ അനുഗ്രഹമാകുവിൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി പൂനെ പേപ്പൽ സെമിനാരിയിൽ 3 ദിവസമായി നടന്നുവന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വൈദിക സമ്മേളനം സമാപിച്ചു. പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ അജപരിപാലന മേഖലയിൽ അനുവർത്തിക്കേണ്ട വിവിധ ജാഗ്രതകളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും പഠനങ്ങളും സെമിനാറുകളും നടത്തപ്പെട്ടു. പ്രശസ്ത വേദശാസ്ത്ര പ്രഭാഷകൻ അഭിവന്യ സക്രിയാമ്മ സേവേറിയോസ് വിഷയാസ്പദമായ പഠനങ്ങൾക്ക് നേതൃത്വം നൽകി. പൂനെ ദേഹു റോഡ് സെൻറ് ജോർജ് ബാലിക ഭവനിലെ കുട്ടികളും പൂനെ മേഖലയിലുള്ള വിവിധ സ്കൂൾ വിദ്യാർത്ഥികളും മഹാരാഷ്ട്ര സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന വിവിധ കലാപരിപാടികൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. സമാപന സമ്മേളനത്തിൽ വൈദിക വൃത്തിയിൽ 25 വർഷം പൂർത്തീകരിച്ച വൈദികരെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വൈദികരെയും ആദരിച്ചു. ബോംബെ ഭദ്രാസനം ആതിഥ്യമരുളിയ സമ്മേളനത്തിന് ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഗീവർഗീസ് മാർ കൂറിലോസിൻ്റെ അധ്യക്ഷതയിൽ ബാഹ്യ കേരള വൈദിക സംഘം സെക്രട്ടറി ഫാദർ MP ജോർജ്, ജനറൽ കൺവീനർ ഫാദർ MS ജോയ്, ബോംബെ ഭദ്രാസന വൈദിക സംഘം എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം വഹിച്ചു. കേരളത്തിലെ ആദ്യ കോംപ്രിഹെൻസീവ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി പരുമല ആശുപത്രി. സെൻറ് ഗ്രിഗോറിയോസ് അഡ്വാൻസ്ഡ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി സർവീസസ് കേരളത്തിലെ ആദ്യ കോംപ്രിഹെൻസീവ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൻ്റെ കൂദാശ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിർവഹിച്ചു. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസ് സെക്രട്ടറി അഭിവന്യ ഡോക്ടർ യോഹാനൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി സഹകാർമ്മികനായിരുന്ന ചടങ്ങിൽ പരുമല സെമിനാരി മാനേജർ ഫാദർ KV പോൾ റമ്പാൻ, ആശുപത്രി സെക്രട്ടറിയും പ്രൊജക്ട് ഡയറക്ടറുമായ ശ്രീ വർക്കി ജോൺ, ആശുപത്രി CEO ഫാദർ MC പൗലോസ്, ഫിനാൻസ് കോർഡിനേറ്റർ ഫാദർ തോമസ് ജോൺസൺ കോർ എപ്പിസ്കോപ്പ, ചാപ്ലിൻ ഫാദർ ജിജു വർഗീസ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. സെൻറ് ഗ്രിഗോറിയോസ് അഡ്വാൻസ്ഡ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൻ്റെ ഡയറക്ടർ ആൻഡ് കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റായി ഡോക്ടർ ബിബിൻ സെബാസ്റ്റ്യൻ ചാർജ് എടുത്തിരിക്കുകയാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് അഡ്വാൻസ്ഡ് വാസ്കുലർ ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ ഫെലോഷിപ്പ് നേടിയ ഡോക്ടർ ബിബിൻ പ്രശസ്തമായ ബാംഗ്ലൂർ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്നുമാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയത്. ഇംഗ്ലണ്ടിലേക്ക് ഉപരിപഠനത്തിനായി തിരിക്കുന്നതിന് മുൻപ് കോഴിക്കോട്, കണ്ണൂർ മെഡിക്കൽ കോളേജുകളിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഫെലോഷിപ്പ് ഓഫ് ദി റോയൽ കോളേജ് ഓഫ് റേഡിയോളജിസ്റ്റ്, യൂറോപ്യൻ ബോർഡ് ഓഫ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി സർട്ടിഫിക്കേഷൻ തുടങ്ങിയ അന്താരാഷ്ട്ര യോഗ്യതകൾ നേടിയ
ഡോക്ടർ ബിബിൻ സെബാസ്റ്റ്യൻ കഴിഞ്ഞ 5 വർഷമായി UK NHS ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റായി സേവനം അനുഷ്ഠിച്ചു വരികയാണ്. ശ്രീബാദാസ സമൂഹം മലങ്കര സഭയുടെ ജീവനാഡി. പരിശുദ്ധ കാതോലിക്ക ബാവ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ശ്രീബാദാസ സമൂഹത്തിൻ്റെ ശതാബ്ദി സമ്മേളനവും കുടുംബ സംഗമവും പരുമല സെമിനാരിയിൽ വച്ച് നടന്നു. ഫാദർ CM രാജു സ്വാഗതം അർപ്പിച്ചു. ശ്രീബാദാസ സമൂഹം അധ്യക്ഷൻ ഗീവർഗീസ് മാർ കുറിലോസ് മെത്രാപ്പോലീത്ത അധ്യക്ഷനായിരുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാർത്തോമൻ പൈതൃകം പേറുന്ന മലങ്കര സഭയുടെ ജീവനാഡിയാണ് ശ്രീബാദാസ സമൂഹമെന്നും അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ഥാപകൻ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി എക്കാലവും സ്മരിക്കപ്പെടേണ്ടത് കാലത്തിൻ്റെ അനിവാര്യത ആണെന്നും ഉദ്ഘാടന സന്ദേശത്തിൽ പരിശുദ്ധ ബാവ അറിയിച്ചു. തമിഴ്നാട് മുൻ ചീഫ് സെക്രട്ടറി PC സിറിയക് IAS മുഖ്യ സന്ദേശം നൽകി. ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ സോമു K സമുവേൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിശുദ്ധ സഭയുടെ സുന്നഹദോ സെക്രട്ടറി അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലിത്ത, അങ്കമാലി ഭദ്രാസനാധിപൻ യൂഹാനൻ മാർ പോളികാർപ്പോസ് മെത്രാപ്പോലിത്ത, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, പരുമല സെമിനാരി മാനേജർ വെരി റവറൻ KV പോൾ റംബാൻ, ഫാദർ ബിജു തോമസ്, ശ്രീ റെജി മാത്യു എന്നിവർ ആശംസകൾ അറിയിച്ചു. ഡോക്ടർ കുര്യൻ തോമസ് രചിച്ച 6 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നടന്നു. ഒരു ഭവനത്തിൻ്റെ താക്കോൽ ദാനവും 4 ഭവനങ്ങളുടെ പൂർണ്ണമായ ധനസഹായവും 9 ഭവനങ്ങളുടെ ഭാഗികമായ ധനസഹായവും ഉൾപ്പെടെ വിവിധ ജീവകാരുണ്യ സഹായമായി 66 ലക്ഷം രൂപയുടെ ധനസഹായ വിതരണം നടന്നു. ശ്രീ ഉമ്മൻ ജോണിൻ്റെ കൃതജ്ഞതയോടെ സമ്മേളനം സമാപിച്ചു. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വയം ശീർഷകത്തിൻ്റെയും പ്രതീകമായ പൗരസ്ത്യ കാതോലിക്കേറ്റ് മലങ്കരയിൽ സ്ഥാപിക്കപ്പെട്ടതിൻ്റെ 112-ാം വാർഷികം സെപ്റ്റംബർ 15 ഞായറാഴ്ച മലങ്കര സഭയിലുടനീളം അതിവിപുലമായി കൊണ്ടാടി. ദേവലോകം കാതോലിക്കേറ്റ് അരമന ചാപ്പലിൽ പരിശുദ്ധ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും ആയ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും കാതോലിക്കേറ്റ് പതാക ഉയർത്തുകയും ചെയ്തു. മലങ്കര സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും അരമനകളിലും ആശ്രമങ്ങളിലും വിശുദ്ധ കുർബാനയും അതേ തുടർന്ന് കാതോലിക്കേറ്റ് പതാക ഉയർത്തുകയും സഭയ്ക്കു വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും കാതോലിക്കേറ്റിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പ്രഭാഷണങ്ങളും നടത്തപ്പെട്ടു. 1912 സെപ്റ്റംബർ 15 ആയിരുന്നു പരിശുദ്ധ മാർത്തോമ ശ്ലീഹായാൽ സ്ഥാപിതമായ നിരണം പള്ളിയിൽ വെച്ച് അന്ത്യോക്യായുടെ പരിശുദ്ധ അബ്ദേത് മശിഹ പാത്രിയാർക്കീസ് ബാവായാൽ പരിശുദ്ധ മാർത്തോമ ശ്ലീഹായുടെ പൗരസ്ത്യ സിംഹാസനത്തിലേക്ക് പരിശുദ്ധ ബെസേലിയോസ് പൗലോസ് പ്രഥമൻ എന്ന പേരിൽ പൗരസ്ത്യ കാതോലിക്കായെ വാഴിച്ചത്. മലങ്കരയിൽ പരിശുദ്ധ ബെസേലിയോസ് പൗലോസ് പ്രഥമൻ കാതോലിക്ക ബാവായിൽ തുടങ്ങി 112 വർഷങ്ങൾ പിന്നിടുമ്പോൾ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായിൽ എത്തി നിൽക്കുന്ന പരിശുദ്ധ സഭ ശാശ്വത സമാധാനത്തിലേക്ക് ഉള്ള ജൈത്രയാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഭാരതത്തിൻ്റെ ഏക തദ്ദേശീയ സഭയുടെ സ്വയം ശീർഷകത്തിൻ്റെ പ്രതീകമായി ലോകാവസാനത്തോളവും പരിശുദ്ധ കാതോലിക്കേറ്റ് മലങ്കരയിൽ നിലകൊള്ളും. കേരള ജനതയുടെ ദേശീയോത്സവമായ 2024 ആണ്ടിലെ ഓണത്തെ മലയാളികൾ ആഘോഷപൂർവ്വം വരവേറ്റു. മലയാളികൾ മുൻ പതിവ് പോലെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും ഉറവുകൾ ഒരിക്കലും നഷ്ടമാകില്ല എന്ന സന്ദേശം ഉണർത്തി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിച്ചു. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ എല്ലാ മലയാളികൾക്കും ഐശ്വര്യസമ്പൂർണമായ ഓണാശംസകൾ നേർന്നു. ഓണത്തോടനുബന്ധിച്ച് മലങ്കര സഭയുടെ എല്ലാ ഇടവകകളുടെയും ആത്മീയ സംഘടനകളുടെയും സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ഇടവക ജനങ്ങൾക്കും മറ്റു സഹോദരങ്ങൾക്കും സമൂഹത്തിൽ അവശർക്കും അഗതികൾക്കും ബുദ്ധിമുട്ടിലായ കുടുംബങ്ങൾക്കും ഓണക്കിറ്റ് വിതരണം ചെയ്യുകയും ഓണസദ്യയും മറ്റു സഹായങ്ങളും നൽകുകയും ചെയ്തു. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് നേരുന്നു.
മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സമ്പൂർണ്ണ സൗഖ്യ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ കൂദാശ കർമ്മം പരിശുദ്ധ ബെസിലിയൂസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിർവഹിച്ചു. അഭിവന്യ സക്കറിയാമ്മ സേവേറിയോസ് മെത്രാപ്പൊലിത്ത, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ, അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, ഫാദർ KL മാത്യു വൈദ്യൻ കോറപ്പിസ്കോപ്പ, ഫാദർ ജോൺ ശങ്കരത്തിൽ കോറപ്പിസ്കോപ്പ, യാക്കോബ് റമ്പാൻ, മത്തായി റമ്പാൻ, ഫാദർ KM സക്കറിയ, ഫാദർ എബ്രഹാം ജോൺ തെക്കേത്തറയിൽ, ഫാദർ MC ജോർജ്, ഫാദർ KV എബ്രഹാം, ഫാദർ ജോസഫ് കുര്യാക്കോസ്, ഫാദർ ഗീവർഗീസ് വെട്ടിക്കുന്നേൽ, ശ്രീ ജോസഫ് അലക്സാണ്ടർ, ശ്രീ ജേക്കബ് സക്കറിയ, മലങ്കര സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെത്രാസന കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തിരുവനന്തപുരം കേന്ദ്രമാക്കി ആരംഭിക്കുന്ന പബ്ലിക് റിലേഷൻ സെൻ്ററിൻ്റെ ശിലാസ്ഥാപനം പരിശുദ്ധ ബെസിലിയൂസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിർവഹിച്ചു. അഭിവന്യ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി, അഭിവന്യ യൂഹാനൻ മാർ ദിയോസ്കോറോസ് തിരുമേനി, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ, അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം, അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ എന്നിവർ പ്രസംഗിച്ചു. പരുമല ആശുപത്രിയുടെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പ്രത്യാശ തീരം എന്ന ഔദ്യോഗിക ഗാനത്തിൻ്റെ ഓഡിയോ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ബെസിലിയൂസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പ്രകാശനം ചെയ്തു. പരുമല ഓങ്കോ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ അക്യൂബ് ഷെയ്ഖ് രചന നിർവഹിച്ച ഗാനം സംവിധാനം ചെയ്തിരിക്കുന്നത് മെഡിക്കൽ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ മാത്യൂസ് ജോസാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാനക്രമത്തിൻ്റെ 100-ാം പതിപ്പിൻ്റെ പ്രകാശന കർമ്മം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദേവലോകം കാതോലിക്കേറ്റ് അരമന ചാപ്പലയിൽ വെച്ച് പരിശുദ്ധ ബെസിലിയൂസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിർവഹിച്ചു. കർത്താവിൻ്റെ സാമ്രാജ്യത്തിൽ വിശ്വസ്തരായ പോരാളികളായി പുത്തൻ തലമുറ മാറണം. അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിയോസ്കോറോസ് തിരുമേനി. കർത്താവിൻ്റെ സാമ്രാജ്യത്തിൽ വിശ്വസ്തരായ പോരാളികളായി പുത്തൻ തലമുറ മാറണമെന്ന് കോട്ടയം ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിയോസ്കോറോസ് തിരുമേനി പറഞ്ഞു. കുണ്ടറ ബെസീലിയ ഓർത്തഡോക്സ് സെൻ്ററിൽ ത്രിദിന ക്യാമ്പ് ഗ്രിഗോറിയൻ മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിവന്യ തിരുമേനി. സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ മാത്യു എബ്രഹാം തലവൂർ അധ്യക്ഷത വഹിച്ചു. ഫാദർ തോമസ് ഡാനിയേൽ ആലഞ്ചേരി, സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ജോൺസൺ കല്ലട, റോബിൻ P. അലക്സ്, ബെസീലിയ മാനേജർ ഏബൽ തോമസ് ഡെന്നി, ഐനാംസ് കേന്ദ്ര സെക്രട്ടറി PT ജോസ് നെല്ലില, കൊല്ലം ഭദ്രാസന മീഡിയ കമ്മിറ്റി അംഗം ബിജു സമൂവൽ, ഭദ്രാസന പ്രാർത്ഥനാ യോഗം സെക്രട്ടറി പുന്നൂസ് എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. MGOCSM IAS ഹബ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ സജി മേക്കാട്ട് നയിച്ചു. MGOCSM സീനിയർ വൈസ് പ്രസിഡന്റ് ആനി ജോർജ്, ഫാദർ ജിബു സോളമൻ, ബസീലിയ മാനേജർ ഏബൽ തോമസ് ഡെന്നി, ഇൻ്റർനാഷണൽ JCCI ട്രെയിനർ സിജോ P. ജേക്കബ് എന്നിവർ ക്ലാസ് നയിച്ചു. സെപ്റ്റംബർ 17-ന് മൺട്രോ തുരത്തിലേക്ക് വിനോദയാത്ര സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 18-ന് രാവിലെ 7-ന് വിശുദ്ധ കുർബാന എന്നിവയോടെ ക്യാമ്പ് സമാപിച്ചു. പുണ്യശ്ലോകനായ പരിശുദ്ധ അൽവാറീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ 101-ാം ഓർമ്മ പെരുന്നാൾ കൊടിയേറ്റ് ഗോവ പഞ്ചിം സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഭദ്രാസന മെത്രാപ്പൊലിത്ത അഭിവന്യ യാക്കൂബ് മാർ ഏലിയാസ് തിരുമേനി നിർവഹിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് അഭിവന്യ പിതാക്കന്മാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു വരുന്നു. കാനഡയിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചിട്ടുള്ള കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി കാനഡയിലെ പരിമല എന്ന നാമധേയം നൽകി. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ കൽപ്പന ഇടവക മെത്രാപ്പൊലിത്ത അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി 15-ാം തീയതി സെൻറ് ജോർജ് ദേവാലയത്തിൽ നടന്ന സമ്മേളനത്തിൽ വായിച്ച് പ്രഖ്യാപനം നടത്തി. സമ്മേളനത്തിൽ ഇടവക വികാരി MC കുര്യാക്കോസ് റമ്പാച്ചൻ, ഫാദർ ഡോക്ടർ O. തോമസ്, ഫാദർ സെറാപ്പോൾ, സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം നൈനാൻ മാത്യു, എബ്രഹാം ജോർജ്, ട്രസ്റ്റി ബേബിച്ചൻ മട്ടമ്മേൽ, സെക്രട്ടറി കുര്യൻ വർക്കി എന്നിവർ പ്രസംഗിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായിരുന്ന സഖാവ് സീതാറാം യെച്ചൂരിക്ക് ഡൽഹി AKG സെൻട്രലിൽ
ന്യൂഡൽഹി സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരിമാർ ഇടവകയുടെയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെയും ആദരാഞ്ജലികൾ അർപ്പിച്ചു. മലങ്കര സഭയിലെ വൈദികരുടെ മക്കളുടെ സൗഹൃദ കൂട്ടായ്മയായ ഒലിവിൻ്റെ സമ്മേളനം വൈദിക സംഘം പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ബാഹ്യ കേരള വൈദിക സംഘത്തിൻ്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട റവറൻഡ് ഫാദർ പത്രോസ് ജോയ്ക്കും ഇന്ത്യയിലുടനീളം സ്ത്രീകളെയും പെൺകുട്ടികളെയും ശാക്തീകരിക്കുന്നതിൽ അഗാധമായ സ്വാധീനം ചെലുത്തിയ YWCAയ്ക്ക് നേതൃത്വം നൽകിയതിന് നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയുടെ ജനറൽ ബോർഡ് മീറ്റിംഗിൽ ആദരവ് ഏറ്റുവാങ്ങിയ ശ്രീമതി കുഞ്ഞമ്മ മാത്യുവിനും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ PRO ആയി പരിശുദ്ധ ബെസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നിയമിച്ച ഡോക്ടർ ജേക്കബ് മണ്ണുമൂടിനും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് ലഭിച്ച ശ്രീമതി റീനു C വർഗീസിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.